പിന്നെ സോളാറിലേക്ക് വരുമ്പം അവരിത് എങ്ങനെ അവഗണിക്കാം, അവർക്ക് പർച്ചേസ് ചെയ്ത് കൊള്ളയടിക്കാതെന്നാണ് നമ്മുടെ KCBയിലുള്ള യൂണിയൻകാരുടെയോ അത് ബേസ് ചെയ്ത് നിൽക്കുന്നവരുടെ ഉദ്ദേശം. പ്രൊസ്യൂമർ ആവാൻ പോകുന്ന സോളാർ ഓൺ ഗ്രിഡ് താല്പര്യമുള്ള ഒരാൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ളത്? പിടിച്ചു നിൽക്കാൻ വന്നപ്പോൾ അവരെന്ത് ചെയ്ത് ഓഫ്ലൈൻ മീറ്റിംഗ് അതോടുകൂടി ചോദ്യങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കറൻ്റ്ലി എന്താണ് നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, തുടക്കം തൊട്ട് ഇപ്പോഴത്തെ എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ള സാർ ഒന്ന്? ഈ ഒരു സിസ്റ്റം കൊടുക്കുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്നത് റീ എനർജി സിസ്റ്റമാണ്. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ, അതായത് ഓൺ ഗ്രിഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും കൂടാതെ കേരള ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സത്താർ സാറാണ്. സോളാർ ഇൻഡസ്ട്രിയിൽ ഇപ്പം നടക്കുന്ന KSREC കൊണ്ടുവന്ന റെഗുലേഷനെതിരെ ഇപ്പം കോടതിയിലൊക്കെ കേസിന് പോവുകയും അതിനെതിരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുകയും നമ്മുടെ നാട്ടിൽ റിന്യൂവബിൾ എനർജിയിൽ അല്ലെങ്കിൽ സോളാറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി നമ്മുടെ ഇവിടുത്തെ ഓരോ മീൻസ് ഇതിനായിട്ട് ഒപ്പോസ് നിൽക്കുന്ന ആൻറ്റി സോളാറിൻ്റെ ഒരു നയം സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു ശക്തമായ നിലപാടുകൾ തൻ്റെ ജീവിതത്തിലും തൻ്റെ പൊതു ജീവിതത്തിലെല്ലാം ഈ സാർ എടുത്തിരിക്കുന്നത് വളരെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ സത്താർ എന്നുള്ള സാറിൻ്റെ പേരിൽ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാരണം, സാറ് ഈ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് പൊതുസമൂഹത്തിനും കൂടെ അറിയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. സാറിനെ ഞാൻ നമ്മുടെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ വെൽക്കം. സാർ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. നമസ്കാരം സാറേ. എൻ്റെ പേര് സത്താർ എന്നാണ്. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് ഓൺ ഗ്രിഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. നമ്മൾ റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ റൂളിനെതിരെ ഹൈക്കോർട്ടിലും അത് തുടർന്ന് സുപ്രീം കോർട്ടിലും തിരിച്ചു വീണ്ടും ഹൈക്കോർട്ടിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 മാസത്തിന് മേളിലായിട്ട് അത് സ്റ്റേയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ 6000 മെഗാവാട്ട്സ് ഡിമാൻഡാണ് പവറിന് വരുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി അവരുടെ KCBയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 2000 മെഗാവാട്ടാണ്. അതേസമയം നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പം എൻ്റെ കാൽക്കുലേഷനിൽ 10,000 എബോവോ ഡിമാൻഡ് വരും. കാരണം AC ഇപ്പോൾ സാധാരണക്കാർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്കാട്ടി ഉപരി ഇപ്പം വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇതിലേക്കാണ് പോകുന്നത്. പെട്രോൾ വണ്ടി പോലും ഇപ്പോൾ ഉപയോഗിക്കാൻ ഒക്കാത്ത പെട്രോളിൻ്റെ ആ എത്തിനോൾ എന്ന് പറഞ്ഞ വില വർധന കൂടെ എത്തിനോൾ എന്ന് പറയുന്ന ആ പ്രതിഭാസം വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് ആൾക്കാർ ഇപ്പം മൊത്തം ഒന്നായിട്ട് EVയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് ഇവർക്ക് മീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ല. 27% താഴെയാണ് നമ്മൾ വാട്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ സോളാറിലേക്ക് വരുമ്പം അവരിത് എങ്ങനെ അവഗണിക്കാം, അവർക്ക് പർച്ചേസ് ചെയ്ത് കൊള്ളയടിക്കാതെന്നാണ് നമ്മുടെ KCBയിലുള്ള യൂണിയൻകാരുടെയോ അത് ബേസ് ചെയ്ത് നിൽക്കുന്നവരുടെ ഉദ്ദേശം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വെക്കുന്ന ബെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റങ്ങളുണ്ട്. അത് ആദ്യം മുതലേ ഞാൻ റെഗുലേറ്റിംഗ് അതോറിറ്റിയിൽ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അന്നൊന്നും അവർക്കത് എന്തുവാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ പോരാ. അവർക്ക് ഫണ്ടില്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ആക്കണം. പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പൈസ മുടക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് 5 രൂപ 6 രൂപയ്ക്ക് കറണ്ട് പീക്ക് ടൈമിൽ കിട്ടും. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ അത് സോഴ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ പുതിയ മന്ത്രിസഭ നമ്മളെ CM VD സതീശൻ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള നമ്മളിത് കൊടുത്തിട്ടുണ്ട്. കൃഷിയെ സംബന്ധിച്ച് പ്രൈവറ്റ് വൽക്കരണം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൽ പൈസ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കും ഗവൺമെൻറ്റിന് ടാക്സായിട്ടും നമ്മളിപ്പോൾ ജോയ്സാറിൻ്റെ കൂട്ട് ഒരു കമ്പനി ഇവിടെ നടത്തുന്നുണ്ട്. കക്ഷി പൈസ ഇല്ലാത്തവർക്ക് 6 തവണ 10 തവണയായിട്ട് പൈസ അടയ്ക്കുക. അത് ഫ്രീ ഇൻട്രസ്റ്റിൽ ഈ ഒരു ഇതിനകത്ത് 1100 കമ്പനികളുള്ളതിൽ ഈ ഒരു സിസ്റ്റം കൊടുക്കുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്നത് റീ എനർജി സിസ്റ്റമാണ്. അതിനകത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ചിലപ്പം പൈസ ഇല്ലെങ്കിൽ വെക്കാനായിട്ട് മടിക്കും. അവർ ചില സ്കീമുകൾ വലിയ ഇതായിട്ടുള്ള ആൾക്കാർ പലിശയ്ക്കെടുക്കാൻ മടിയുള്ളവർ. അപ്പോൾ അവർക്ക് ഇപ്പോൾ സാറിൻ്റെ ഞാൻ കെയർ ഓഫ് ചെയ്ത് തന്നെ എത്ര പേർക്ക് ആ ഒരു സെക്ഷനിൽ ഒരു പള്ളി സംബന്ധമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനകത്ത് അത് പോയി. കാരണം ആ ഇൻട്രസ്റ്റ് ഇല്ലാതെ കിട്ടിയോണ്ടാണ് അവർ വെച്ചത്. ഇല്ലെങ്കിൽ അവർ ഇപ്പോഴും വെക്കാൻ ചാൻസ് ഇല്ല.
അപ്പം നമ്മൾ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു പ്രത്യേകിച്ച് സാറിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി ഒരു ഡിഫറെൻറ്റ് ഇതാണ്. സാറ് ഈ മേഖലയിലേക്ക് ഈ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ കേരള ഓൺ ഗ്രിഡ് സോളാർ ഓൺ ഗ്രിഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇപ്പം പല മുൻനിരയിലും നിൽക്കുന്ന, ഇപ്പം പ്രസിഡൻ്റായിട്ട് സെക്രട്ടറിയായിട്ടൊക്കെ നിൽക്കുവാണ്. എന്താണ് സാറിന് ഇത് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരാനായിട്ട്? ഞാൻ 22 വർഷത്തോളം ഗൾഫിലായിരുന്നു, ബിസിനസ്സായിരുന്നു. അപ്പം നമുക്ക് ഈ ഇന്ത്യയിൽ നിന്ന് വിട്ടു നിന്നാലേ ഇവിടുത്തെ ദരിദ്രവാസങ്ങളും ഈ രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ വന്ന സമയത്ത് 2020 ഫസ്റ്റ് ടാറ്റ ഹൈ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊക്കെ അതിനകത്ത് വണ്ടി എടുക്കും. അന്ന് നമുക്ക് നെക്സോൺ EV ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇത് ചാർജ് ചെയ്യാൻ സംവിധാനമില്ല. അവർ 300 കിലോമീറ്റർ പറഞ്ഞാൽ 200 കിലോമീറ്റർ കിട്ടത്തുള്ളൂ. അപ്പോൾ പോയിട്ട് വണ്ടി വഴിയിൽ ഡ്രോപ്പ് ആകും. കോഴിക്കോടോ എറണാകുളമോ പോയാൽ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ, വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ വീടാണെങ്കിൽ അവിടെ വരുന്നവർക്ക് എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്യാൻ ഒരു ഫെസിലിറ്റി ഞങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇത് വളർന്ന് പിന്നീട് ഇത് വരുമ്പം ഞങ്ങൾ തന്നെ ആലോചിച്ചു. അപ്പോൾ അന്ന് സിയോൺ എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമുള്ളൂ. അത് 3-4 മെഷീനേ കേരളത്തിലുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനെ, കൃഷ്ണൻകുട്ടി സാറൊക്കെ അന്ന് മന്ത്രിയായിട്ടിരിക്കും, ഗവൺമെൻറ് പുറകെ നടന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ട്, ഇതെല്ലാം ഒരെണ്ണം വർക്ക് ചെയ്യില്ല. ലാസ്റ്റ് സോഫ്റ്റ്വെയർ നമ്മളിടപെട്ടൊരു കമ്പനിയെ ഏൽപ്പിച്ച് കുറച്ച് റണ്ണായി. അപ്പോഴത്തേക്ക് അതിനകത്ത് വീണ്ടും രാഷ്ട്രീയവും യൂണിയനും വന്ന് അതില്ലാതായി. അങ്ങനെ പിന്നെ നമ്മൾ സഹി കെട്ടപ്പം നമ്മൾ സ്വന്തമായിട്ട് 120 പേര് ചേർന്നിട്ട് ഒരു 5 കോടി രൂപ ആയിട്ടൊരു കമ്പനി ഫോം ചെയ്ത് ഇപ്പോൾ ഇന്ന് 72-75 മെഷീൻ നമ്മൾ കേരളത്തിൽ ഒരു വർഷം EV ഒക്കെ എന്ന് പറഞ്ഞാൽ ചാർജിങ് സെക്ഷൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഇപ്പം നമുക്ക് കേരളത്തിൽ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞങ്ങളുടെ മെഷീൻ അവൈലബിൾ ആണ്. അതിനകത്ത് 10,000-ൽ മേളിൽ മെമ്പേഴ്സും ഉണ്ട്. സാർ, ഈ ഓൺ ഗ്രിഡ് ഈ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ സാർ ഇപ്പോൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ വരാനായിട്ടുള്ളത്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിൽ EV ഉപയോഗിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് സോളാറും ഈ എനർജി ഇത് വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ പുതിയ ഈ അതുവരെ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് യൂണിയൻകാരും അവരും അല്ലാതെ ആരും അതിനകത്ത് പോയിട്ടില്ല. അങ്ങനെ നമ്മൾ അതിലേക്ക് ആദ്യം പോകുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോന്നും ഇടപെട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് ഇവരുമായിട്ട് ആർഗൈനിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ വന്നപ്പോൾ അവരെന്ത് ചെയ്ത് ഓഫ്ലൈൻ മീറ്റിംഗ് അതോടുകൂടി ചോദ്യങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമുക്ക് വാശിയായി. അങ്ങനെ കോടതിയിൽ പോയി അത് ഓഫ്ലൈൻ മീറ്റിംഗ് കമ്പൽസറി നടത്തണമെന്ന് സുപ്രീം കോർട്ട് വരെ പോയിട്ട് അതിന് ഓർഡർ വാങ്ങി. പിന്നെ അവരുടെ റിലേഷനും കാര്യവും അതിനകത്ത് വരുമ്പം മൊത്തം ഇല്ലീഗലായിട്ടുള്ളതാണ്. അതിനകത്ത് വെച്ചേക്കുന്നവർക്കൊക്കെ 2,80,000 സാലറിയും യാതൊരു കാരണത്തിലും അതിനകത്തിരിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റേതായ കേസുകളും കാര്യങ്ങളും നടക്കുകയാണ്. സാർ, ഇപ്പോഴ് കറൻ്റ്ലി എന്താണ് നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റാറ്റസ്? തുടക്കം തൊട്ട് ഇപ്പോഴത്തെ എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത് സാർ ഒന്ന് പറഞ്ഞു. സാറേ, ഇതുവരെയും അവർക്ക് കറക്റ്റ് ആർഗൈനിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പം അവർ ഡെമ്മിയായിട്ട് വേറെ ആരെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ഇത് നമ്മുടെ കേസ് നല്ലൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ജഡ്ജിയുടെ കയ്യിലിരിക്കുന്നത്, അതിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയി അങ്ങോട്ട് പോയി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് താൽക്കാലികമായിട്ട് ചിലപ്പോൾ അവർക്ക് അതുകൊണ്ട് നേട്ടമായിരിക്കും. ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ KSRECയുടെ പുതിയ റെഗുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ സാധാരണ സോളാർ വെക്കുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്? ഇപ്പോൾ ഈ വെക്കുന്ന രീതിയിൽ നിന്ന് മാറിയാൽ ഇപ്പോൾ പുതിയ ആ ഇതിലേക്ക് റെഗുലേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പം വെക്കുന്നതിനെക്കാട്ടി ഒരു 10-50,000 രൂപ അവർക്ക് 1,00,000 രൂപ വരെ അതിനകത്ത് കോസ്റ്റും കൂടും. സെക്കൻഡ് ഇതിൽ നിന്ന് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാവുമ്പോൾ 40-50% ആൾക്കാർ ഇതിൽ നിന്ന് മാറും. പിന്നെ ആ റിച്ചായിട്ടുള്ള ആൾക്കാരെ ഇതിൽ വരുത്തും. സാധാരണക്കാർ ഇതിൽ നിന്ന് അപ്രാപ്യമാവും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് നടക്കാതെ വരും, പ്രോജക്ട്സ് നടക്കാതെ വരും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഇത് ഒരു ഗ്രീൻ എനർജി എന്ന് ഉദ്ദേശിക്കുന്നതോ അതൊന്നും ഇല്ലാതാവും. പിന്നെ ഇവർക്ക് ഇത് വാങ്ങിക്കണേ കൽക്കരിയോ വേറെ സോഴ്സ് ഉപയോഗിച്ചല്ലേ അത് മേടിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഗവൺമെൻറ് അതിന് എന്തിനു നിൽക്കണം? ഗവൺമെൻറ്റിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് മാറ്റുക, അവർ ചെയ്യും. അല്ലെ ഗവൺമെൻറ് തന്നെ പിന്നെ ഇത് നടത്തുന്ന പോലെ പിരിച്ചിട്ട് ആൾക്കാരെ ചേർത്തിട്ട് ഇത് നടത്താനുള്ള സംവിധാനമുണ്ട് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ.
അല്ല, ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എനർജി ഉണ്ടാക്കാൻ ഇപ്പം ഈ നമ്മുടെ കാലാവസ്ഥയെ ഇത് പ്രകൃതിയും വെച്ചിട്ട് ഇനി അണക്കെട്ട് ഉണ്ടാക്കാനും പിടിക്കാനും ജനങ്ങൾ സമ്മതിക്കുകയില്ല, പ്രകൃതിയെ ഇത് വെച്ചിട്ട്. പിന്നെ ചെയ്യാൻ നോക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൽക്കരി അവിടുന്ന് ആ സ്ഥാനത്ത്. അതുമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ വിൽക്കുന്ന കേരളത്തിലാണ്. ഡൽഹിയിൽ ആ നിയമം കൊണ്ടുവന്നിട്ട് അതിനെക്കാട്ടി കൂടുതൽ വെഹിക്കിൾ വിൽക്കുന്ന ഇവിടെയാണ്. ഇപ്പം ടാറ്റ ഞങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഫാക്ടറി അതിൻ്റെ ഹൈ എൻഡ് ആൾക്കാരായിട്ട് എവരി മന്ത് ഞങ്ങൾ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവർ സർവീസ് സെക്ടറിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്ത് ഞങ്ങൾ ചോദിച്ചാലും സർവീസ് സെക്ടറിൽ കൊടുക്കണമെന്നാണ് അവർ ഇട്ടേക്കുന്ന കാര്യം. അവർ അതിനകത്ത് ലാഭം നോക്കേണ്ട ഏറ്റവും കൂടുതൽ. ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് വരാൻ പോയത് അതാണ് സാർ. ഇപ്പം ഈ അസോസിയേഷൻ്റെ ഒന്ന് ഈ KVO ഒക്കെയുടെ, അതായത് കേരള നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അസോസിയേഷൻ്റെ ഒരു ഇതും, അതുകൂടാതെ തന്നെ സോളാർ പ്രൊസ്യൂമേഴ്സ്, ഓൺ ഗ്രിഡ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ ഈ ഭാരവാഹിത്വം വഹിക്കുമ്പോൾ സാധാരണക്കാരന് ഒരു ആവശ്യമായിട്ട് സാറിനെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം, ഏത് രീതിയിലായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് സാർ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ KCBയിൽ ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പലയിടത്തും ഫീസിബിലിറ്റി എടുത്തിട്ട് കൊടുക്കാൻ ഉണ്ടായിട്ട് പോലും കൊടുക്കാതെ പല രീതിയിൽ ലാഗ് ചെയ്യും. പല ഡോക്യുമെൻറ്റ്സും വേണ്ടാത്ത ചോദിക്കും. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് റൂൾ വല്ലതും ഉണ്ടോ? KCBക്ക് ഒരു റൂളേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നാരാന്ന് പറയുമ്പം അവർ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിഷ്പ്രയാസം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കേസും കാര്യവും കൊണ്ട് വന്നുകൊണ്ട് ഇതിനകത്ത് പൊതുജനങ്ങൾക്ക് എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പിന്നെ നമ്മൾ വണ്ടിയുടെ സെക്ടറിൽ സർവീസ്, ഇപ്പോൾ ഒരു വണ്ടി ടാറ്റയെ സംബന്ധിച്ചൊരു വണ്ടി ഒരു ദിവസം 48 മണിക്കൂർ മേളിൽ ഹാൾട്ടായി കഴിഞ്ഞാൽ പെർ ഡേ 1200 രൂപ കമ്പനി കൊടുക്കണം. കമ്പനി ടാക്സി ഫെയർ ആയിട്ട് കൊടുക്കുന്നു. അത് വേറൊരു കമ്പനിയും കൊടുക്കുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്വാധീനം. അവരുടെ വണ്ടി മാർക്കറ്റ് ചെയ്തതിൽ 80% ഞങ്ങളുടെ എഫേർട്ടാണ്. കാര്യം ഇതിൽ ആദ്യം ഉണ്ടായ ഫാൾട്ടൊക്കെ ഞങ്ങളാണ് ട്രേസ് ചെയ്യുന്നത്, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ആ വീഡിയോ വൈറലായിട്ടാണ് ടാറ്റ ഞങ്ങളെ ഫാക്ടറിക്ക് വിസിറ്റിന് ബന്ധപ്പെടുകയും ഈ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് കടന്നു. സാർ, ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ലീഡിംഗ് ആയിട്ട് ഇപ്പം പ്രസിഡൻ്റായിട്ട് സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പം ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ നിന്ന് എന്തെങ്കിലും ത്രെട്ടോ എന്തെങ്കിലും ഇഷ്യൂസോ സാറിന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ആരെങ്കിലും വിളിക്കുക? KCBയുടെ ഭാഗത്തുനിന്ന് പല രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പലതും നമ്മുടെ അടുത്ത് ചിലവാകത്തോണ്ട് നടക്കാതിരുന്നിട്ടുണ്ട്. അല്ലാതെ ഗവൺമെൻറ് ചെയ്യാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുത്തുന്നുണ്ട്. ലീഗലി 35-40 വർഷമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായ കാര്യങ്ങൾ 2092 റൂളും പറഞ്ഞ് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളിലും സമീപിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് സോളാർ വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സാർ എങ്ങനെയാണ് ഒരു റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരൻ സോളാർ വെക്കാൻ ഇതൊരു സമയമാണോ റൈറ്റ് ടൈം? അങ്ങനെ ഒരു 2000 രൂപയിലും കറണ്ട് വരുന്ന ഒരാൾക്ക് ആ വീട്ടിലെ ഗ്യാസ് ഒഴിവാക്കാം. ഓക്കെ, അതെ. മിനിമം ഒരു 3 കിലോവാട്ട് വെച്ചാൽ അത് വർത്താണ്. ഉറപ്പായിട്ടും 3.5 വർഷം കൊണ്ട് ആ പൈസ അവർക്ക് റിക്കവർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 20 വർഷം മിനിമം അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് യാതൊരു നഷ്ടവും വരുന്നില്ല. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുള്ളതുകൊണ്ട് ഈ പൈസ ഒന്നിച്ച് കൊടുക്കേണ്ടിയും വരുന്നില്ല. മനസ്സിലായി. നമുക്ക് 6-8 തവണയായിട്ട് കൊടുത്താൽ ബാങ്ക് ലോണൊക്കെ അവൈലബിൾ ആണ്. ബാങ്ക് ലോൺ ഇല്ലാതെ തന്നെ ഇപ്പം ചിലർക്ക് ബാങ്ക് ലോൺ വേണ്ട. കറണ്ട് അടയ്ക്കുന്നതിൽ അത്രയുടെ പൈസ ഇട്ടാൽ 6 തവണ 7 തവണ കൊണ്ട് തീരുമെന്ന് വെച്ചാൽ അവർക്ക് നിസ്സാരമാണ്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഒട്ടുമില്ലാത്തവർക്ക് ബാങ്ക് ലോണിന് പോകാം. അപ്പോൾ ചെറിയൊരു എമൗണ്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്ന പൈസ പോലും വരില്ല. ഇപ്പോൾ KCBയുടെ ഒരു പുതിയ റൂൾ പ്രകാരം ഒരു ഹൈബ്രിഡിനെ പ്രോത്സാഹിപ്പിക്കും, അതിലെ ബാറ്ററി ബാങ്കുകൾ. അതുകൂടാതെ തന്നെ ഇപ്പം പുതിയ ഗവൺമെൻറ് വന്നതോടെ ഒരു 100 കോടി രൂപയോളം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന് അവർ സ്പെൻഡ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റിലൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു സജഷനോ അറിവോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ. സാറേ, അത് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലേക്ക് ആ 100 കോടി വെച്ച് ഞാൻ അതിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് ഒരു പാരിതോഷികം ഇത് കൊടുക്കുകയും ഒരു പൂച്ചെണ്ടൊക്കെ കൊടുത്ത് അതിനെ അനുമോദിക്കുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് വേണം നമ്മുടെ ഈ എനർജി സെക്ടറിലേക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ വലിയൊരു മെമ്മോറാണ്ടമാണ് കൊണ്ടുപോയത്. അപ്പം സാറ് പറഞ്ഞത് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ ഇതെനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് മിനിമൈസ് ചെയ്ത് ഒരു 4-5 പേജിലാക്കി തരാൻ പറഞ്ഞു. അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ 2-3 സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്, അതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് സാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് വെക്കാനായിട്ടുള്ള കസ്റ്റമറിന് സാറിന് ഓൺ ഗ്രിഡ് ആണോ അതോ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ആണോ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് ആണ്. പിന്നെ കറണ്ട് ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൈബ്രിഡിലേക്ക് പോകുന്നതിൽ നല്ലതാണ്. അവർക്ക് കറണ്ട് പിന്നെ ഇത് വരത്തില്ല.
പിന്നെ രണ്ടാമത് എക്സ്ട്രാ സ്റ്റോറേജ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പൈസ ഉള്ളവർ അത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ വെക്കുന്നതാണ് നല്ലത്. ഇല്ലാത്തവർക്ക് എപ്പോഴും ഓൺ ഗ്രിഡ് തന്നെയാണ് നല്ലത്. അപ്പോൾ വെറും 30,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ഓടാനുള്ള ബാക്കപ്പ് ഉള്ള സിസ്റ്റവും. സാധാരണപ്പെട്ട ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട്, അത് നമ്മുടെ KSEBയുടെ ഇപ്പോൾ ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, അല്ലെങ്കിൽ പ്രൊസ്യൂമർ ആവാൻ പോകുന്ന സോളാർ ഓൺ ഗ്രിഡ് താല്പര്യമുള്ള ഒരാൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ളത്? സാറേ, എന്നെ ആര് കോൺടാക്ട് ചെയ്താലും അവർക്ക് KSEBയുടെ ഭാഗത്തു നിന്നായാലും ഈവൻ നിങ്ങളെപ്പോലുള്ള ഡീലർമാരുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തിട്ട് സബ്ബാട്ട് ചെയ്യുന്ന പലരുമുണ്ട്. അത് ഫെയിലാകുമ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അവർക്ക് പോലും നമ്മൾ ഇടപെടുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാര്യം ഇപ്പോൾ സാറ് അവർക്ക് ആ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആളിനെ ഞാൻ ട്രേസ് ചെയ്യുമ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ താഴെ നമ്മളൊരു പ്രിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ നമ്പർ കൂടെ കൊടുക്കും. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരള ഇലക്ട്രിക്കൽ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ വണ്ടികളെടുത്ത വഴിയിലാവുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്ന സാറിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാർ അതിനുള്ള സപ്പോർട്ട്. അല്ല, അത് എല്ലാവർക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയിൽ രജിസ്ട്രേഷൻ സംഘടനയാണ്. അതിനൊരു ഫീ ഉണ്ട് അംഗത്വം ആവുന്നതിന്. അപ്പോൾ അവർക്ക് ചാർജ് ചെയ്യുന്നതിന് അതിനകത്ത് 3 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഗുഡ്. പബ്ലിക് സെക്ടറിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ 18 രൂപ അതിൽ 15 രൂപ അവർക്ക് ചാർജ് വരത്തുള്ളൂ. ആ സബ്സ്ക്രിപ്ഷൻ ചാർജ് അതിൽ കൂടുതൽ അവർക്ക് പ്രോഫിറ്റ് ആയിരിക്കും. 3 ചാർജ് ചെയ്യുമ്പോൾ കാശ് റീഫണ്ട് ആവും. സാറിൻ്റെ ഇതിലിപ്പോൾ എത്ര പേരാവുള്ള ഈ സംഘടനയിൽ? ഏകദേശം നമ്മുടെ ഈ മീൻസ് ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ 10,000-ൽ മേളിലുള്ള ആൾക്കാരുണ്ട്. ഇതിലും മറ്റേ നമ്മുടെ പ്രൊസ്യൂമേഴ്സിൽ ഇപ്പോൾ 4,000-ഓളം ആൾക്കാർ, 4,000-ഓളം പേരുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നിങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടാറുണ്ട്? നമ്മൾ ടൈം ബൈ ടൈം മീറ്റിങ്ങും, പിന്നെ കൂടുതലും നമ്മൾ ഗവൺമെൻറ്റുമായിട്ടുള്ള നിരന്തരം കോടതിയും അങ്ങനെയുള്ള ഇതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റേ നമ്മളെ കറണ്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെ ഫ്രീക്വൻ്റ്ലി 6 മന്തുള്ള മീറ്റിംഗ് അതിലേക്ക് പോകത്തുള്ളൂ. സാർ ഇവിടെ ഞാൻ വിളിച്ചു വന്നതിൽ വളരെ സന്തോഷം. അതിനോടൊപ്പം സാറിൻ്റെ ഒരു 2 വാക്ക് എനർജീനെ കുറിച്ച് സാറ് ജസ്റ്റ് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ. സാർ എനിക്ക് തോന്നുന്നു നമ്മളുമായിട്ടും പല കാര്യങ്ങളിലും അസോസിയേറ്റ് ചെയ്യാറുണ്ട്, വർക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു വാക്ക് അതുകൂടെ പറഞ്ഞാൽ വളരെ സന്തോഷം. സാറ്, ഞാനത് തുടക്കത്തിൽ സാറ് ചോദിക്കാതെ തന്നെ ഞാനത് പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ടുള്ള ഒരു സെക്ടറാണ് സാറ് നടത്തുന്നത്. അതിൽ ഏറ്റവും ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റ് നോ കോസ്റ്റ് EMI കൊടുക്കുന്ന വേറെ ആരും ഇതിനകത്തില്ല. ഓക്കെ, വേറെ ഒരു കമ്പനിയില്ല. സാറ് ഈ ഒരു ഇതിൽ വന്നതിലും നമ്മളുമായിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റിലും പങ്കെടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. Renergy Systems India Private Limited, the most trusted solar energy brand.